അങ്ങനെ ബാഴ്സലോണ ആ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഏറ്റുമുട്ടാനുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരെയാണ്. അപ്പോൾ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും കഴിഞ്ഞ ഒരു കോപ്പ ഡെൽ നമ്മൾ കണ്ടതാണ്. ആദ്യ പാദത്തിൽ അത്ലറ്റിക്കോന്റെ ഗ്രൗണ്ടിൽ 4-0 ബാഴ്സലോണ പരാജയപ്പെടുന്നു. പിന്നെ സെക്കൻഡ് ലെഗിൽ ഒരു അമേസിംഗ് ഗെയിം കളിച്ചു. ബട്ട് 3-0 ആണ് അതിന്റെ സ്കോർ. ബാഴ്സലോണ കോപ്പ ഡെൽ അങ്ങനെ പുറത്തായി. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് വീണ്ടും ബാഴ്സലോണയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഫണ്ണായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ 3 വട്ടം ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും ഏറ്റുമുട്ടണം. അതാണ് ഏറ്റവും ഫണ്ണായിട്ടുള്ള കാര്യം. അതായത് ഏപ്രിൽ 5 നമ്മുടെ ബാഴ്സയും അത്ലറ്റിക്കോയും ഒരു മാച്ച് ഉണ്ട്. അത് ലാ ലീഗയിലുള്ള അവരുടെ മാച്ചാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 9 ഏപ്രിൽ 5 കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുത്ത മത്സരം വീണ്ടും ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും. അത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ലെഗാണ്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 15 ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് നടക്കുന്നുണ്ട്. അതും ബാഴ്സലോണ അത്ലറ്റിക്കോ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇവർ 3 മാച്ചസ് കളിക്കുക, അല്ലെങ്കിൽ 11 ദിവസത്തിന്റെ ഉള്ളിൽ ഇവർ 3 തവണ ഏറ്റുമുട്ടുക എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ലോകം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? ലാ ലീഗയിൽ ബാഴ്സ അത്ലറ്റിക്കോ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് റിയൽ മാഡ്രിഡും നോക്കിക്കാണുന്ന സംഭവമാണ്, ബാഴ്സ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇനി ബാഴ്സ പകരം വീട്ടോ അതോ ബാഴ്സക്ക് അവിടെയും നമ്മുടെ അത്ലറ്റിക്കോയും സിമിയോണയും 8ന്റെ പണി കൊടുക്കുന്നില്ലതും നോക്കി കാണേണ്ടതാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ബാഴ്സ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഓവർ 2 ലെഗ്സ് 2 ലെഗിലും കൂടി ബാഴ്സ സെമിയിലെത്തും എന്നുള്ള കാര്യമാണ്. സെമിയിൽ മറു സൈഡിൽ നമ്മുടെ ആഴ്സണൽ വരും. അങ്ങനെ ബാഴ്സലോണ വേഴ്സസ് ആഴ്സണൽ ആയിരിക്കും സെമി ഫൈനൽ എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് എടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.